ഒരു പിടി ചോറ് കൊണ്ടുവന്ന് അതിനകത്ത് ഒരു മുട്ടക്രൂസിൻ്റെ ഇല, ഒരു അച്ചാറിൻ്റെ ഒരു മാങ്ങാ കഷ്ണം. കൂലിപ്പണി എടുത്താണെങ്കിലും ഞങ്ങളുടെ വില്ലേജിലെ സന്തോഷ് സാറ് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, സന്തോഷ് സാറ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. സാറ് പോയപ്പോ പിന്നെ ഞങ്ങളുടെ വെടിക്കെട്ട് തീർന്നു. സന്തോഷ് സാറാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തന്നിരുന്നത്. ഈ വക ആൾക്കാരൊക്കെ നമ്മൾ എന്താണ് പറയാ, വെള്ളം പൊങ്ങിയിട്ട് ക്യാമ്പിൽ ചെന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവൻ തിരിച്ചു കിട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ള ഒരു ചിന്തയല്ല. വെള്ളപ്പൊക്കം വന്നും മണ്ണൊലിച്ചും മലയിടിഞ്ഞും ഒക്കെ ദുരിതം അനുഭവിക്കുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഓരോ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ചിരിയും വരും, സങ്കടവും വരും, ദേഷ്യം വരും. ഒക്കെ വാരി മോളി കയറ്റി വെച്ചപ്പോഴത്തേക്കും മുങ്ങി, വെള്ളം പെരക്കകത്തേക്ക് കയറി, അരയ്ക്ക് വെപ്പറം വെള്ളമായി. പിന്നെ ഒന്നും എടുക്കാനായിട്ടൊന്നും നിന്നില്ല. വാരി കെട്ടി ക്യാമ്പിൽ ചെന്നു. ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. എന്നാൽ ഒരു ബ്രഷ് വേണോ, ഒരു പേസ്റ്റ് വേണോ, നിങ്ങൾക്ക് സോപ്പുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ആരും വന്നില്ല. അങ്ങ് വന്നിട്ട് എന്നാ കുറവ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കിട്ടൂലെന്നറിയാം. ഞങ്ങളുടെ LDF-ന്റെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ നല്ല തൻ്റെടമുണ്ട്, ധൈര്യമുണ്ട്. പറയണ്ട, അത് നിങ്ങൾ കൊണ്ടുതരും, തെണ്ടിയിട്ടാണെങ്കിലും കൊണ്ടുതരും. ദുഷിച്ച മനസ്സാണല്ലേ. ഞാനിപ്പോൾ എൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യമാണ്. അമ്മായിമ്മ മരുമോള് പോരെന്നൊക്കെ പറയില്ലേ, ശരിക്കും ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ പോരെടുക്കുന്നത്. കാരണം യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ആ സമയത്തും അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം നോക്കി മറ്റുള്ളവരെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിടക്കാൻ വിരിയൊന്നുമില്ല കയ്യിൽ, ഒരു വിരി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവർ വിരിയൊന്നുമില്ല, ആർക്കൊക്കെ എന്നൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങാണ്ടെന്ന് പോയി വിരി ഓടിച്ചോന്ന് ഞങ്ങളുടെ ക്യാമ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു. സത്യത്തിൽ ഇത് കാണുമ്പോൾ ചിരിയും പറഞ്ഞിട്ടുണ്ട്, ദേഷ്യവും പറഞ്ഞിട്ടുണ്ട്. അവരൊരു പുച്ഛഭാവം നോക്കി. വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങാണ്ടെന്നൊക്കെ പോയിട്ട് വിരി കൊണ്ടുവന്നു, ഓരോരുത്തർക്കും ഓരോ വിരി കൊടുത്തു. ഓരോരുത്തർക്കും ഒരു വിരി പോരെ? എന്താണ് ഈ പറയണത്? കുറ്റം കണ്ടുപിടിച്ച് പറയാനായിട്ട് പറയുന്നത് കുറ്റമല്ലാതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാട്ടോ, ഞങ്ങൾ വന്നു, ക്യാമ്പിൽ കിടന്നു. ചോറും ഉണ്ടോന്നു. എനിക്കൊക്കെ ഞങ്ങളുടെ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഷുഗറുള്ളതാ. ഞങ്ങൾ ഷുഗർ ഗുളിക, തൈറോയിഡിൻ്റെ, പ്രഷറിൻ്റെ, ഷുഗറിൻ്റെ എല്ലാ ഗുളിക കഴിക്കണിയാ, കാലുവേദനയുടെ എല്ലാം ഗുളിക കഴിക്കണതാ. എന്നിട്ട് എന്താ ചേച്ചി, ഗുളിക തന്നില്ലേ ആരും? അങ്ങനെ കഴിഞ്ഞ ഈ ഒരു പിടി ചോറും കൊണ്ടുവന്നു. ചില സിനിമയിലൊക്കെ ഇന്നസെന്റ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വർത്താനം കേട്ടിട്ടുണ്ടല്ലോ, ഒരു പിടി ചോറും കൊണ്ടുവന്നു. ഇല്ല, ഇതിനൊന്നും പറയാനില്ല, എന്താ പറയണമെന്ന് കേൾക്കാം നമുക്ക്. ഒരു പിടി ചോറ് കൊണ്ടുവന്ന് അതിനകത്ത് ഒരു മുട്ടക്രൂസിൻ്റെ ഇല, ഒരു അച്ചാറിൻ്റെ ഒരു മാങ്ങാ കഷ്ണം. കൂലിപ്പണി എടുത്താണെങ്കിലും ഞങ്ങളുടെ വില്ലേജിലെ സന്തോഷ് സാറ് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, സന്തോഷ് സാറ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. സാറ് പോയപ്പോ പിന്നെ ഞങ്ങളുടെ വെടിക്കെട്ട് തീർന്നു. സന്തോഷ് സാറാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തന്നിരുന്നത്. ഈ വക ആൾക്കാരൊക്കെ നമ്മൾ എന്താണ് പറയാ, വെള്ളം പൊങ്ങിയിട്ട് ക്യാമ്പിൽ ചെന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവൻ തിരിച്ചു കിട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ള ഒരു ചിന്തയല്ല. VD സതീശനെയും ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞ് എന്താണ് പറയാ, ഒരുമാതിരി ശവങ്ങള്, കഷ്ടം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർക്ക് മരുമോളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിക്കണം ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവരായിട്ട് നല്ല ടൈംസ് ആണോ. എനിക്ക് നല്ല ഉറപ്പാണ് ഭയങ്കര അമ്മായിമ്മ പോലെ ആയിരിക്കും ഈ സ്ത്രീ. അത്രയും വിവരക്കേടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ LDF-ന്റെ ആൾക്കാരും പോയി പിന്നെ വെടിക്കെട്ടി തീർന്നു. മനസ്സിലായി ചേച്ചി, എല്ലാം മനസ്സിലായി. ഒരു ഇത് തന്നെ, നിങ്ങൾക്ക് രാത്രിയും നോക്കണ്ട, ഞങ്ങളൊക്കെ LDF-ന്റെ ആൾക്കാരാന്നറിയാം. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു കേട്ടാ. കോൺഗ്രസിന് വോട്ട് ചെയ്യൂല, അത് വേറെ കാര്യം. അതെന്നിട്ട് വേറെ കാര്യം, LDF-ന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ആരെങ്കിലും വിചാരിക്കുമോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി സർക്കാരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പേടിയുണ്ടായിരുന്നു. സോപ്പോടി അടിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പൈസ കിട്ടിയാനെ. നമ്മുടെ ജാലിയൻ കണാറനല്ലേ, ഹരീഷ് കണാറൻ, പുള്ളിനേക്കാളും വലിയ തള്ളാണ് തള്ളണ. പൊടിപ്പും തൊങ്ങലും വെക്കാന്ന് പറയില്ലേ, നല്ല ഇലക്കലൊക്കെ പുള്ളിക്കാരി. അല്ല, ഇങ്ങനെയുണ്ട് മനുഷ്യർ, ഇങ്ങനെയും വേണമല്ലോ മനുഷ്യർ. നമുക്ക് ചിരിക്കാനൊക്കെ ഓരോ സംഭവങ്ങൾ കിട്ടണ്ടേ ആരെന്നെങ്കിലൊക്കെ.